ഡിഗ്രി പ്രിലിംസ് രണ്ടാം ഘട്ടം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ്. ഇതേ മുകളിലെല്ലാം ശരിയാണ്, മുകളിലുള്ളവയെല്ലാം ശരിയാണ്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. ഭേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പിസ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. അപ്പം നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. ഭേദാധികാര നിരൂപണം എഴുതിയത് ചട്ടമ്പിസ്വാമിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ഫസ്റ്റ് മരുതം എന്ന് പറയുന്നത് തണ്ണീർത്തട കൃഷിയാണ്. മരുതം. പാല എന്ന് പറയുന്ന കൊള്ളയടിക്കുന്നു. മുല്ല എന്ന് പറയുന്ന മൃഗസംരക്ഷണം. നെയ്തൽ എന്ന് പറയുന്ന ഉപ്പ് നിർമ്മാണം. മരുതം എന്താണ്? തണ്ണീർത്തട കൃഷി. പാല എന്ന് പറയുന്ന കൊള്ളയടിക്കുന്നു. മുല്ല എന്ന് വെച്ചാൽ മൃഗസംരക്ഷണം. നെയ്തൽ എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണം. ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഗാന്ധിജി. ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഗാന്ധിജി. 1604 സാമുദ്രികമായ വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഇവിടെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ആൻസർ എന്ന് വെച്ചാൽ സ്റ്റീവൻ വാൻഡർ ഹെഗ് ആണ് ആൻസറായിട്ട് വരുന്നത്. സ്റ്റീവൻ വാൻഡർ ഹെഗ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ഏത് സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നത്? മുകളിലുള്ളവയെല്ലാം. ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CPML. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരെയാണ് തൂക്കിലേറ്റിയത്? രാജ്ഗുരു ആണ്. ഇന്ത്യക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് രാമചന്ദ്ര ഗുഹ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതെന്ന് വെച്ചാൽ 2, 4 ആണ് ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത് 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നു. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. ആരാണ്? ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയാണ്. തെലങ്കാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് രേവന്ത് റെഡ്ഡിയാണ്. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ചന്ദ്രബാബു നായിഡു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? പെൻസുല പീഠഭൂമിയും കുന്നുകളുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശ്രദ്ധാപൂർവം വായിക്കും. മുകളിലുള്ള അവശിഷ്ട പാറകൾ മടക്കി കളയുന്നത് മൂലമാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. യൂറാലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിക്കുക. ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അർധികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. ജൂലൈ 4 അതിനടുത്ത് ഉള്ള സമയമാണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കിയാണ്. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മാണുക്കളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരിലുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ പ്ലാങ്കറ്റോൺ, എറസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് GSTയെക്കുറിച്ച് താഴെ പറയുന്നത് തെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റ് എന്ന് പറയുന്നത് 1, 3 ആണ് തെറ്റ്. അപ്പോൾ ശരിയായിട്ടുള്ള പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയെ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയെ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വെച്ചത്. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്നവ പ്രസ്താവന ഏതാണ് ശരി? 1, 2 ശരി. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക. RBI ഗവർണറാണ് മോണിറ്ററി പോളിസിയുടെ കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ.
ഇനി അടുത്ത സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ശരി? ശരിയായിട്ടുള്ള പ്രസ്താവന 3 ശരിയാണ്. ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫർ പേയബിൾ. അപ്പോൾ ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. അടുത്തത് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സായും ഫൈനൽ കൺസപ്ഷനായും തരംതിരിക്കാം. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് 5.8%. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകൾ ഏതാണ്? പൗരത്വം. താഴെ പറയുന്ന ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയെ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത് 1971. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഈ ക്രാന്തി എന്ന പദം എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ്. താഴെ പറയുന്ന ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്ന ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡി ആണ് ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായിട്ടുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. എപ്പോഴാണ് ഇന്ത്യ അവസാനമായി സെൻസസ് നടന്നത്? 2011. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. NV കൃഷ്ണ വാര്യരുടെ അഭിപ്രായത്തിൽ അസിറിയയിലെ നിനവയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ശാണിതപുരം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് പൂന്താനം നമ്പൂതിരി. പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1955 മെയ് 11. 1955 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? മിലാന കോർട്ടിന ഡി അംബോസി. ഏത് സാഹിത്യകൃതിയെ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നത്? ആൻസർ, മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത് അറിവ് സ്വതന്ത്രമായിടത്ത്. ഈ വരികൾ ഗീതാഞ്ജലിയിൽ നിന്നെടുത്തതാണ്. താഴെ പറയുന്ന ഏതാണ് ഇൻപുട്ട് ഉപകരണം എന്ന് വെച്ചാൽ സ്കാനറാണ്. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്. വേഡ് പ്രോസസ്സറാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ വാൻ എന്നറിയപ്പെടുന്നു. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് ബ്രൗസർ. IT ആക്ട് നിലവിൽ വന്ന വർഷം 2000. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയമാണ് 8.3 മിനിറ്റ്. ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ എന്തെല്ലാം? കണികാ ഭൗതിക ഗവേഷണം,
സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്, അണുവിഘടനം വഴി. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? കോശശ്വസനം. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ദുബായ്. ഇനി ബാക്കിയുള്ളത് മാത്സ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.